കൽക്കട്ടയിലെ KG കർ ആശുപത്രിയിൽ നടന്ന ബലാത്സംഗ കൊലപാതകം നമുക്കെല്ലാം ഓർമ്മയുള്ളതാണല്ലോ. ഇന്നും നമ്മുടെ രാജ്യം ഞെട്ടി തരിക്കുന്ന ഒരു സംഭവമാണ് അത് അവിടെ നടന്നത്. അതേ സംഭവം നമ്മുടെ കേരളത്തിൽ നടക്കേണ്ട അവസ്ഥ വന്നു, നടക്കാൻ സാധ്യതയുണ്ടായിരുന്നു. പക്ഷേ എന്തോ ഭാഗ്യം കൊണ്ട് നടന്നില്ല എന്ന ഒരു വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അത്തരത്തിലുള്ളൊരു വാർത്തയാണ് പുറത്തു വരുന്നത്. വേറെ ഒരിടത്തുമല്ല കേട്ടോ, നമ്മുടെ തിരുവനന്തപുരത്തിനടുത്തുള്ള പാരിപ്പള്ളിയിൽ, അതായത് കൊല്ലം ജില്ലയുടെ അതിർത്തി, തിരുവനന്തപുരം കൊല്ലം അതിർത്തിയിലുള്ള പാരിപ്പള്ളി ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലാണ് സംഭവം. ഇതേ സംഭവം പോലെ, അതായത് കൽക്കത്തയിലെ KG കർ ആശുപത്രിയിൽ നടന്ന അതേ രീതിയിലുള്ള സംഭവം. ഇവിടെ ഒരു അസിസ്റ്റന്റ് പ്രൊഫസറാണ് വില്ലൻ. അദ്ദേഹം നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നു. നൈറ്റ് ഡ്യൂട്ടിയിൽ അദ്ദേഹത്തിൻ്റെ റൂമിൽ വച്ച് ഒരു വനിതാ ഹൗസ് സർജനെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്നാണ്. അത് എങ്ങനെ? ഇയാൾ മദ്യപിച്ചിട്ട് ലക്ക് കെട്ടിരുന്നു എന്ന് പറയുന്നുണ്ട്. അത് അന്വേഷിക്കുന്നുമുണ്ട് ഇപ്പോൾ എന്തായാലും. പക്ഷേ അയാൾ കൂടെ ഉണ്ടായിരുന്ന ഈ ഹൗസ് സർജനെ ഏതോ തരത്തിൽ മദ്യം കൊടുക്കാൻ ശ്രമിച്ചു എന്നാണ് അറിയുന്നത്. ഈ മദ്യം അറിഞ്ഞുകൊണ്ട് കുടിച്ചതാണോ അറിയാതെ കുടിച്ചതാണോ എന്നറിയില്ല. എന്തായാലും ഇവർ മദ്യം കുടിച്ചോ എന്നത് വ്യക്തമല്ല. എന്തായാലും മദ്യം കൊടുത്തിട്ട് അവരെ പീഡിപ്പിക്കാനാണ് ശ്രമിച്ചത്. ആ തരത്തിൽ അദ്ദേഹം കടന്നു പിടിക്കുകയും ചെയ്തു എന്ന് പറയുന്നുണ്ട്. ഭാഗ്യത്തിന്, അല്ലെങ്കിൽ ആ വനിതാ ഹൗസ് സർജൻ്റെ മനസാന്നിധ്യം കൊണ്ടാണ് കൂടുതൽ സംഭവങ്ങൾ നടക്കാത്തത് എന്നും ഇപ്പോൾ അന്വേഷണത്തിൽ നിന്നും വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. കഴിഞ്ഞ ഒക്ടോബർ 24-ാം തീയതിയാണ് ഈ പാരിപ്പള്ളി ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ സംഭവം നടക്കുന്നത്. ഇത് ഡിപ്പാർട്ട്മെൻറ്റ് രഹസ്യമാക്കി വച്ചിരിക്കുകയായിരുന്നു ഇത്രയും കാലം. ഈ വിവരം അപ്പോൾ തന്നെ ഈ ഹൗസ് സർജൻ, അതായത് വനിതാ ഹൗസ് സർജൻ ബന്ധപ്പെട്ടവരെ അറിയിച്ചു. മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിനെ അറിയിച്ചു. മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഈ വിവരം വളരെ സീരിയസ് ആയിട്ട് എടുത്തു. പക്ഷേ അദ്ദേഹം ചെയ്യേണ്ട രീതികളൊന്നും ചെയ്തില്ല. അദ്ദേഹം നേരെ ഒരു എൻക്വയറിക്കാണ്, ഒരു അന്വേഷണത്തിന്, വകുപ്പ് തല അന്വേഷണത്തിനാണ് അദ്ദേഹം ശ്രമം നടത്തിയത്. അങ്ങനെ ആശുപത്രി അധികൃതർ തന്നെ ഒരു അന്വേഷണം നടത്തുന്നു. 2 ആഴ്ച അന്വേഷണത്തിന് വേണ്ടി എടുത്തു ഈ പരാതി വന്നതിന് ശേഷം. ആ 2 ആഴ്ച എടുത്തതിന് ശേഷം ഇയാൾ കുഴപ്പക്കാരനാണ്, ഈ പരാതിയിൽ പറഞ്ഞ, ഈ വനിതാ ഹൗസ് സർജൻ പരാതിയിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം ശരിയാണെന്ന് ബോധ്യമായപ്പോൾ ഇയാളെ സസ്പെൻഡ് ചെയ്യുകയാണുണ്ടായ ഡോക്ടറെ. ഇനി ഈ വില്ലൻ ആരാണ്? ഈ അസിസ്റ്റന്റ് പ്രൊഫസറായ ഈ വില്ലൻ ആരാണെന്ന് അറിയണ്ടേ? പീഡിപ്പിക്കാൻ വേണ്ടി വന്ന പീഡകൻ എന്ന് വന്നിരിക്കുന്ന സസ്പെൻഡ് ചെയ്യപ്പെട്ട ഈ ഡോക്ടറായിരുന്നു ഡോക്ടർ സെർബിൻ മുഹമ്മദ്. തിരുവനന്തപുരത്ത് ഉള്ളൂരാണ് ഇയാളുടെ സ്വദേശം. ഇയാളാണ് മദ്യപിച്ച്, അല്ലെങ്കിൽ കൂടെയുള്ള വനിതാ ഹൗസ് സർജനെ മദ്യപിക്കാൻ പ്രേരിപ്പിച്ചിട്ട് പീഡിപ്പിക്കാൻ ശ്രമിച്ചത്. ഏകദേശം ഇതേ സംഭവമാണ് കൽക്കത്തയിലെ KG ആശുപത്രിയിൽ സംഭവിച്ചത്. അത് രാജ്യം മുഴുവനും ഞെട്ടലോടെ കേട്ടു. രാജ്യം മുഴുവൻ അത് വലിയൊരു പ്രതിഷേധമായിട്ട് മാറി. അത് നമ്മുടെ തിരുവനന്തപുരത്ത് പോലും ഡോക്ടർമാർ അതിന് എതിരായിട്ട് പ്രതിഷേധങ്ങൾ നടത്തി. പക്ഷേ ഈ പാരിപ്പള്ളി ആശുപത്രിയിൽ നടന്ന സംഭവവുമായി ബന്ധപ്പെട്ട് ഡോക്ടർമാർ ഒരു പ്രതിഷേധത്തിനോ ഒരു പരാതിക്കോ പോയില്ല എന്നതാണ് നമ്മളെ വല്ലാതെ ഞെട്ടിപ്പിക്കുന്നത്. കേരളത്തിൽ വലിയ സംഘടിതരാണ്, വലിയ പുരോഗമനവാദികളാണ് ഈ ഡോക്ടർമാരുടെ സംഘടന എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും കൽക്കത്തയിൽ നടന്ന സംഭവത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് തിരുവനന്തപുരത്തും കേരളത്തിലും പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തിയവരാണ് ഈ ഡോക്ടറായിരുന്നെങ്കിലും സ്വന്തം നാട്ടിൽ സ്വന്തം കൂട്ടത്തിലുള്ള ഒരു വനിതാ ഡോക്ടർക്ക് ഈ ഒരു ഗതി വന്നിട്ട് നമ്മുടെ ഈ ഡോക്ടർമാരുടെ സംഘടന ഒരു പ്രതിഷേധം പോലും അറിയിച്ചുകൊണ്ടൊരു പരാതി പോലും ഈ ആശുപത്രി അധികൃതർക്കോ സൂപ്രണ്ടിനോ നൽകിയിട്ടില്ല എന്നാണ് ഇപ്പോൾ കിട്ടുന്നത് വരെ. ഇനി ചിലപ്പോൾ ഒരു പരാതി നൽകിയിരുന്നൊക്കെ പറഞ്ഞുള്ള വാർത്തകൾ പുറത്തു വരുമായിരിക്കാം. പക്ഷെ ഇതുവരെയുള്ള വിവരം വെച്ചിട്ട് ഈ ഡോക്ടർമാർ ഇതിനെതിരെ ഒന്നും ശബ്ദിച്ചിട്ടില്ല എന്നാണ് അറിയുന്നത്. അപ്പോൾ ഒക്ടോബർ 24-ാം തീയതി നടന്നു. അപ്പോൾ ഇയാൾ 2 ആഴ്ചത്തെ അന്വേഷണം കഴിഞ്ഞിട്ട് ഇയാളെ സസ്പെൻഡ് ചെയ്തു. എന്നിട്ടും വീണ്ടും ദിവസങ്ങൾ പലത് എടുത്തിട്ടും ഈ അന്വേഷണം ഇയാളെ കസ്റ്റഡിയിലെടുക്കാനോ ഇയാൾക്ക് ഇതിൻ്റെ ഇയാളെ സസ്പെൻഡ് ചെയ്ത് മാത്രം നിർത്തി ഈ കേസിനെ ആരും അറിയാതെ തേച്ചുമാച്ച് കളയാനാണ് ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥന്മാരും ആരോഗ്യവകുപ്പും കൂടെ ശ്രമം നടത്തിയത്. പിന്നെ ഇയാൾക്ക് സസ്പെൻഷൻ മാത്രമാക്കി ഒതുക്കി നിർത്തിയപ്പോൾ ഈ വനിതാ ഡോക്ടർ വീണ്ടും പരാതി ഉറച്ചു നിൽക്കിയപ്പോൾ നിവർത്തിയില്ലാത്തത് കൊണ്ടാണ് പിന്നീട് ഇന്നലെ പാരിപ്പള്ളി പോലീസിൽ ഈ പരാതി ആശുപത്രി അധികൃതർ അല്ലെങ്കിൽ മെഡിക്കൽ കോളേജ് അധികൃതർ കൈമാറിയത്.
അതിനുശേഷമാണ് ഇയാൾക്കെതിരെ ഈ ഡോക്ടർ സെർബിൻ മുഹമ്മദ് എന്നുള്ള ഇയാൾക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തത് പോലും. അപ്പോൾ ഈ കഴിഞ്ഞ മാസക്കാലം 2 ആഴ്ച അന്വേഷണത്തിനെടുത്തു. അത് കഴിഞ്ഞ് 2 ആഴ്ചയോളം കാലം ഈ കേസിനെ ഒതുക്കി തീർക്കണം, ഈ പെൺകുട്ടി കേസിൽ നിന്ന് പിന്മാറും, ഇയാളെ സസ്പെൻഡ് ചെയ്തല്ലോ, ഇനി ഇയാളെ മറ്റെന്തെങ്കിലും നടപടിയിലൊക്കെ എടുക്കാം എന്നൊക്കെ പറഞ്ഞ് ഈ വനിതാ ഡോക്ടറെ സ്വാധീനിക്കാൻ ശ്രമിക്കുകയായിരുന്നു ആരോഗ്യ വകുപ്പിലെയും ഈ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെയും അധികൃതരും വേണ്ടപ്പെട്ടവരും. കാരണം ഈ പുറത്തു വന്നാൽ ഗവൺമെൻറ്റിന് നാണക്കേടാണ്, ആരോഗ്യ വകുപ്പിന് നാണക്കേടാണ്. ഒരു വനിതാ മന്ത്രിയായിട്ടിരിക്കുന്ന ആരോഗ്യ വകുപ്പിൽ ഇതൊക്കെ സംഭവിക്കുമ്പോൾ അത് വനിതാ മന്ത്രിക്കെതിരായിട്ടുള്ള ആക്ഷേപമായിട്ട് ഉയരും. ഇതൊക്കെ മനസ്സിലായിക്കൊണ്ട് ഇതിനെ തമസ്കരിക്കാൻ, ഇതിനെ പുറത്തു കാണിക്കാതിരിക്കാനാണ് ശ്രമം നടത്തിയത്. ഈ വനിതാ ഡോക്ടർക്ക് മേൽ സമ്മർദ്ദവും ഉണ്ടായി, ആ കേസ് അങ്ങ് പിൻവലിക്കണം, പ്രശ്നം തീർക്കണം എന്ന് പറഞ്ഞുകൊണ്ട്. പക്ഷേ അവർ നിന്നില്ല. അവർ ധൈര്യമായിട്ട് ഞാനിതിൽ ഉറച്ചു നിൽക്കുന്നു എന്ന് പറഞ്ഞു. പിന്നീട് നിവർത്തിയില്ലാത്തത് കൊണ്ട് മെഡിക്കൽ കോളേജ് അധികൃതർക്ക് പോലീസിന് പരാതി കൈമാറേണ്ടി വന്നു. പോലീസ് ഇപ്പോൾ അതിൻ്റെ പേരിൽ കേസെടുക്കപ്പോഴേക്കും അതിനു മുമ്പ് തന്നെ ഈ സെർബിൻ മുഹമ്മദ് എന്ന് പറയുന്ന ഈ വഷളനെ ഒളിവിൽ പോകാനും എല്ലാ സൗകര്യങ്ങളും ഇവർ ചെയ്തു കൊടുത്തു എന്നുള്ളതാണ്. കാരണം അയാളെ സമയം കിട്ടി. ഇത്രയും കാലമായിട്ട് കേസ് കോടതി പോലീസിൽ കൊടുക്കുമ്പോഴതിന് മുമ്പ് തന്നെ അയാൾ വിവരം അറിയുന്നുണ്ട്. അങ്ങനെ ഈ വഷളൻ അയാൾ എന്ത് ചെയ്തു? അയാൾ ഒളിവിൽ പോയി. ഇപ്പോൾ പോലീസ് പറയുന്ന കേസ് എടുത്തു, പക്ഷേ ഇയാളെ അന്വേഷിച്ചപ്പോൾ ആളവിടെ ഇല്ല, അയാൾ ഒളിവിലാണെന്നാണ് ഇപ്പോൾ പോലീസ് പറയുന്നത്. അത് പോലീസും ആരോഗ്യവകുപ്പും തമ്മിലുള്ള ഒരു അഡ്ജസ്റ്റ്മെന്റ് ആണെന്ന് വേണമെങ്കിൽ പറയാം. എന്തായാലും അന്വേഷണം നടത്തുന്നു എന്നാണ് പോലീസ് പറയുന്നത്. അതും ഊർജിതമായ അന്വേഷണം നടത്തുന്നു എന്നാണ് പോലീസ് പറയുന്നത്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത് അപ്പോൾ തന്നെ കൃത്യമായിട്ട് ഒരു വകുപ്പ് തല ആശുപത്രി അധികൃതരുടെ അന്വേഷണം നടത്തുന്നതോടൊപ്പം തന്നെ ഈ പരാതി മാന്യമായിട്ട് ചെയ്യേണ്ടിയിരുന്നത് പോലീസിന് കൈമാറേണ്ടതായിരുന്നു ഈ ആശുപത്രി അധികൃതർ അല്ലെങ്കിൽ മെഡിക്കൽ കോളേജ് അധികൃതർ. അങ്ങനെ ആയിരുന്നുവെങ്കിൽ ഇയാളെ പെട്ടെന്ന് പിടികൂടാൻ കഴിയുമായിരുന്നു, ഇയാൾക്ക് ഒളിവിൽ പോകാനുള്ള സാഹചര്യം ഉണ്ടാകില്ലായിരുന്നു. പക്ഷേ ഇതിനെല്ലാ സാഹചര്യവും ഒരുക്കി വെച്ചിട്ട് ഈ സംഭവത്തിന് തന്നെ പോലും പുറത്തു വരാതെ രഹസ്യമാക്കി വയ്ക്കാനാണ് ഈ ഭരണകൂടവും ആശുപത്രികളും ശ്രമിച്ചത്. ഇത് കേരളത്തിൽ കുറച്ചു കാലമായിട്ട് ഇത്തരത്തിലുണ്ട്. ഗവൺമെൻറ്റിന് മോശമാവുന്ന കാര്യങ്ങളെല്ലാം ആരും പറയാനും പാടില്ല, അത് വെളിയിൽ കാണിക്കാനും പാടില്ല. ഉദ്യോഗസ്ഥന്മാരാരെങ്കിലും അങ്ങനെ പറഞ്ഞാൽ അവർക്കെതിരെ നടപടിയെടുക്കും, മാധ്യമങ്ങൾ എന്തെങ്കിലും പറഞ്ഞാൽ അവർക്കെതിരെ കേസെടുക്കും. ഇതാണ് കേരളത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്നത്.